ഹലോ, കാണുന്നുണ്ടോ? വിസിബിൾ ആൻഡ് ഓഡിബിൾ അല്ലേ? ഓക്കെ. സക്കറിയ സർ നേരത്തെ ചൂഷണം ചെയ്യണം എന്ന് പറഞ്ഞതിൽ ഒരാൾ ഞാനാണ്. എൻ്റെ പേര് ആഷിഫ. ഞാൻ കൺസൾട്ടിംഗ് ആണ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഇന്ന് സാറ് പറഞ്ഞ പോലെ ഉനീസ് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. സാർ ഇന്ന് ബിസി ആയതുകൊണ്ട് ഞാനാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് നിങ്ങളെപ്പറ്റി അറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് സെഷനിൽ ഇല്ലായിരുന്നു. ഇൻഷാ അല്ലാ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ സൈക്കോളജി ഫീൽഡിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ ഏതെങ്കിലും രീതിയിൽ സൈക്കോളജി ഫീൽഡിൽ ഇൻവോൾവ് ആയതോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഞാനിപ്പോ MTDC സ്റ്റുഡന്റാണ്. ഞങ്ങളൊരു പേപ്പർ സൈക്കോളജി ഉണ്ടാക്കും. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അത് പഠിച്ചപ്പോഴാണ് സൈക്കോളജിയോട് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഓരോ ആളുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ബേസിക്കലി ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു ഫീൽഡായി ഈ സൈക്കോളജി എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഒരു സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആൾക്കാർ വന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് എന്നെ നന്നായിട്ടൊന്ന് നോക്കി, എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടോ, ഇങ്ങനെയായിരിക്കും ആദ്യം ചെന്ന് പറയും. മറ്റേ പപ്പ പറയുന്ന പോലെ ആദ്യത്തെ ഡയലോഗ് ഇതായിരിക്കും. അല്ലെങ്കിൽ നീ ആദ്യം എൻ്റെ മുഖത്തൊന്ന് നോക്കി ഒന്ന് പറഞ്ഞേ, ഞാൻ എങ്ങനെയാണുള്ളത്, അല്ല എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുമോ, ഈ കുട്ടിയുടെ മുമ്പിൽ നിൽക്കേണ്ട പ്രശ്നം എല്ലാ കാര്യങ്ങളും ഈ കുട്ടി അറിയും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഹിപ്നോട്ടിസ് ആണ് സൈക്കോളജി, അതേപോലെ മെന്റലിസ് ആണ് സൈക്കോളജി. ഇങ്ങനെ കുറേ ഉള്ള എല്ലാ തെറ്റിദ്ധാരണകളും ഉള്ള ഒരു ഏരിയ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. സാർ അത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞെത്തിയത്? ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു ഫീൽഡാണ് സൈക്കോളജി. അത് നിങ്ങൾക്ക് ഈ ഒരു 3 മന്ത് ഈ ഒരു പേപ്പർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് സൈക്കോളജി. അതായത് കലാകാലങ്ങളായിട്ട് ആൾക്കാർ വിചാരിച്ച് വെച്ചൊരു ഫോമുണ്ട് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് സാർ പറഞ്ഞ പോലെ 2 പേപ്പറാണ് ഉള്ളത്. ഒന്ന് കൗൺസിലിങ്ങിനെ പറ്റിയിട്ട് ഓരോ ഡിഫറെൻറ്റ് തെറാപ്പി മൊഡാലിറ്റീസ്, ഇപ്പോൾ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെ കൗൺസിലിങ്ങിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പേപ്പറും. പിന്നെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് സൈക്കോളജി, എന്താണ് സൈക്കോളജി. പിന്നെ അതേപോലെ സൈക്കോളജിയിൽ വളരെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് തിയറീസ്, പിന്നെ അതേപോലെ പല ഡിസോർഡേഴ്സ്, അല്ലെ? നിങ്ങൾ ഡിപ്രഷൻ, ADHD, അല്ലെ, ബൈപ്പോളാർ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പലതും ഇപ്പോൾ OCD ഒക്കെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളുള്ള ഒരു ഡിസോർഡർ OCD, വൃത്തി കൂടുതലാണ് OCD. അപ്പോൾ പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഞാനെന്നാ ക്ലാസ്സിലോട്ടേക്ക് പോട്ടെ? ഓക്കെ. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സൈക്കോളജി എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾ കൗൺസിലിംഗ് ചൂസ് ചെയ്ത ആൾക്കാരാണ്, സൈക്കോളജി ചൂസ് ചെയ്ത ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്കോളജി എന്താണ്? മനുഷ്യ മനസ്സുകളെ അറിയുന്നത്, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? വിഷമം കേട്ടിട്ട് ആൾക്ക് വേണ്ട പരിഹാരങ്ങൾ കൊടുക്കുക. ദാറ്റ് ഈസ് കൗൺസിലിംഗ്. അത് നമ്മൾ കൗൺസിലിംഗ്, അത് സൈക്കോളജിയുടെ ഒരു ശാഖയാണ് കൗൺസിലിംഗ്. സൈക്കോളജി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സൈക്കോളജിയിൽ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? എന്താ ബേസിക്കലി സൈക്കോളജി? മനുഷ്യന്റെ ചിന്ത, പെരുമാറ്റം. വെരി ഗുഡ്. യെസ്, എക്സാക്ട്ലി. മനുഷ്യൻ്റെ ചിന്ത, പെരുമാറ്റം, ഇതിനൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിയുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത്
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജി മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങളെ പറ്റിയും മനുഷ്യന്മാരുടെ ചിന്തകളെ പറ്റിയും പഠിക്കുന്ന ഒരു ശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ എലവേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒരു ഭംഗിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി. എന്തുകൊണ്ടാണ് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്? അതായത് വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കുറേ തിയറീസ് ഒന്നുമല്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണും സൈക്കോളജി സേസ് ഇങ്ങനെ സൈക്കോളജി ഇങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ സൈക്കോളജിസ്റ്റ് ഈ കലാകാലങ്ങളായിട്ട് റിസർച്ച് നടത്തുന്ന സൈക്കോളജിസ്റ്റ് ഈ കാര്യങ്ങളെ പറ്റി അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. സോ ഓരോ ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പറയും ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ സൈക്കോളജി. നോ, അങ്ങനെയല്ല. ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി. സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. എന്താ, അതൊരു സയൻസാണ്. അതായത് വെറുതെ ഒപ്പീനിയൻ പറയുകയോ അല്ലെങ്കിൽ ഒരാളെ വെച്ച് വിലയിരുത്തുന്നതോ അഭിപ്രായങ്ങൾ പറയുകയോ അങ്ങനെയല്ല. ഇൻഡിവിജ്വലി ഉള്ള ഒരു അഭിപ്രായങ്ങളോ അല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് റിസർച്ച് നടത്തി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന തിയറീസിൻ്റെ ബേസിസിൽ മാത്രമാണ് ഒരു സൈക്കോളജി ഒരു തിയറി വരുന്നുള്ളൂ. അല്ലാതെ വെറുതെ പറയുന്നല്ല. ദാറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. എന്തിനെ പറ്റിയിട്ടായി പഠിക്കുന്നത്? ബിഹേവിയേഴ്സ്, ഹ്യൂമൻസിൻ്റെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടും ആൻഡ് മെൻ്റൽ പ്രോസസ്സ്. ബിഹേവിയേഴ്സ് നിങ്ങൾക്കറിയാം, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബിഹേവിയേഴ്സാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു ബിഹേവിയറാണ്, ഒരാൾ ഉറങ്ങുന്നത് ഒരു ബിഹേവിയറാണ്, ഒരാൾ ഫുഡ് കഴിക്കുന്നത് ഒരു ബിഹേവിയറാണ്, ഒരാൾ നടക്കുന്നത് ഒരു ബിഹേവിയറാണ്. കുട്ടികളൊക്കെ ക്ലാസ്സിൽ ചില മക്കൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ പൊന്തിച്ചുകൊണ്ടേ നിൽക്കും, അതൊരു ബിഹേവിയറാണ്. അപ്പോൾ വേറൊരാൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് എ ബിഹേവിയർ. ഈ ബിഹേവിയറിനെ പറ്റിയും ആൻഡ് മെൻ്റൽ പ്രോസസ്സ്. മെൻ്റൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബ്രെയിനിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ മെമ്മറി, നമ്മൾ അറ്റൻഷൻ എടുക്കുന്നത്, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, നമ്മൾ പല കാര്യങ്ങളെയും ജഡ്ജ് ചെയ്ത് അതിനെ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മെൻ്റൽ പ്രോസസ്സിങ്ങാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെൻ്റൽ പ്രോസസ്സിങ്ങിനെയും മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങളെയും പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠന ശാഖയെയാണ് നമ്മൾ സൈക്കോളജി എന്ന് വിളിക്കുന്നത്. ഇപ്പം ലിറ്ററലി ഒരു ഡിപ്രഷൻ വന്ന ആൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഡിപ്രഷൻ വന്ന ആളുടെ ബിഹേവിയർ എങ്ങനെയാണ് ഉണ്ടാവുക? പൊതുവേ ആൾക്ക് ചിലപ്പോൾ ഉറക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഉറക്ക് കുറവായിരിക്കും. ആളുടെ ബിഹേവിയറിനെ ബാധിച്ചു. ചില ആളുകളിൽ മെമ്മറിയിൽ നല്ല ഡിഫറൻസസ് ഉണ്ടാവും. നമുക്ക് പൊതുവേ സ്ട്രെസ് വന്നാൽ തന്നെ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അതേപോലെ ഡിപ്രഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മെമ്മറിയിലായിരിക്കും പ്രശ്നം, മെൻ്റൽ പ്രോസസ്സിനെ അത് ബാധിച്ചു. സോ രണ്ടിനെയും ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഡിപ്രഷൻ ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മെമ്മറിയെ, ഓർമ്മശക്തി എങ്ങനെയാണ് ബാധിക്കുന്നത്? ദിസ് ഇസ് ദി സ്റ്റഡി. ഈ ഒരു സ്റ്റഡി പഠിക്കുന്ന ശാഖയാണ് നമ്മൾ സൈക്കോളജി എന്ന് വിളിക്കുന്നത്. അതും വെറുതെ പറയുന്നല്ല, നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് എക്സ്പെരിമെൻറ്റുകൾ നടത്തി റിസർച്ച് നടത്തി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പഠിക്കുന്ന ശാഖയാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. സൈക്കോളജിയിൽ ഇഷ്ടം പോലെ പഠനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം പണ്ട് മുതലേ, അതായത് ലോകം ഉണ്ടായ തൊട്ടേ ഉള്ളൊരു കാര്യമല്ല. ഒരു ടൈം ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഇത് ആക്ച്വലി കണ്ടുപിടിച്ചത് ഗ്രീക്കാണ് കേട്ടോ. പൊതുവേ എല്ലാ കാര്യങ്ങളും ഗ്രീക്കുകാരാണ്. ഏത് കാര്യം നോക്കുകയാണെങ്കിലും അവരുടെ ഗ്രീക്കിൻ്റെ ഒരു ഡോമിനേഷൻ അവിടെ ഉണ്ടാവും. അവർ പല കാര്യങ്ങളും കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഗ്രീക്ക് ചിന്തകരാണ് ഈ ഒരു സൈക്കോളജി എന്നുള്ള ഒരു പ്രസ്ഥാനത്ത് ആദ്യമായിട്ട് ഈ ഒരു തോട്ട് വന്നത്. അതും ഇപ്പം കാണുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു സൈക്കോളജി എന്നുള്ള രീതിയിലൊന്നുമല്ല. അവർ പല രീതിയിലും ഫിലോസഫിക്കലി ഒക്കെ ആയിരുന്നു അവർ ചിന്തിച്ചല്ലേ. നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. ഫിലോസഫിയും സൈക്കോളജിയും രണ്ടും രണ്ടാണ്. പക്ഷെ ആദ്യകാലങ്ങളിൽ ഫിലോസഫിയുടെ പേരിലായിരുന്നു ആ ഒരു സൈക്കോളജിയുടെ കൺസെപ്റ്റ്, ആശയം അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സൈക്കെ ആൻഡ് ലോഗോസ്, സൈക്കെ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്, ലോഗോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. ആ സൈക്കെ ലോഗോസ് എന്നാണ് സൈക്കോളജി. കണക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സൈക്കെ എന്ന് പറയുന്നത് സോൾ, ആത്മാവ് അല്ലെങ്കിൽ മൈൻഡ്. പണ്ട് കാലങ്ങളിൽ ആത്മാവിനെ പറ്റി പഠിക്കുക എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെയാണത് മൈൻഡായിട്ട് മാറിയത് അല്ലേ? കാലം കഴിയുന്നതിനനുസരിച്ച് ഡെവലപ്പ് ആയതാണ്. ലോഗോസിൻ്റെ മീനിങ് സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് എന്നാണ്. സോ സൈക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് സോൾ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മൈൻഡ്. ഓക്കെ, ഇതാണ് ബേസിക്കലി സൈക്കോളജിയുടെ മീനിങ് വരുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ ഈ സൈക്കോളജി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പല പ്രസ്ഥാനങ്ങളുണ്ടാവും, ഓർഗനൈസേഷനെ ഫോക്കസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ സൈക്കോളജിയിലുള്ള പല എക്സ്പെരിമെൻറ്റുകളും ഹ്യൂമണിൽ മാത്രമല്ല, മൃഗങ്ങളിൽ, പക്ഷികളിൽ അല്ലെ, പല ജീവികളിലും ജീവജാലങ്ങളിലും നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ബിഹേവിയർ എന്ന് പറയുന്നത് ബിഹേവിയറിനെ പറ്റിയിട്ടും പഠിക്കുന്ന ഒരു ശാഖയാണ്. സോ ബിഹേവിയർ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരാളുടെ ബിഹേവിയർ എപ്പോഴും സിമിലർ ആയിരിക്കും, മാറിക്കൊണ്ടേ നിൽക്കും, ചേഞ്ചിങ് ആയിരിക്കും. ഇറ്റ്സ് എ ഡൈനാമിക് മീൻസ് ചേഞ്ചിങ് ആണ് അല്ലേ?
ഇപ്പോൾ ഒരാൾ ഉറങ്ങുന്നത് അതൊരു ബിഹേവിയറാണ്. ഒരാൾക്ക് സ്ട്രെസ്സ് വന്നാൽ ആ ബിഹേവിയർ മാറില്ലേ? അതായത് ചിലപ്പോൾ അയാൾ ഒരുപാട് ഉറങ്ങും, ചിലപ്പോൾ അയാൾ ഒട്ടും ഉറങ്ങില്ല, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾക്കൊരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കിൽ മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ ടോണിൽ മാറ്റം ഉണ്ടാവും. ചില ആളുകൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണെങ്കിൽ സംസാരമൊക്കെ കുറയും. ചില ആളുകൾ തീരെ സംസാരിക്കാത്ത ഒരാളാണെങ്കിലും ചില ആളുകൾ സംസാരിച്ചിട്ടായിരിക്കും അത് ഇതാക്കുക. അപ്പോൾ ബിഹേവിയർ എപ്പോഴും ചേഞ്ചിങ് ആണ്. ഒരൊറ്റ രീതിയിൽ ഒരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഒറ്റ നിപ്പിൽ നിൽക്കുന്ന ആളല്ല, ഡൈനാമിക് ആണ്, ചേഞ്ചിങ് ആണ്. പിന്നെ അതേപോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്ക് വേറൊരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പം നിങ്ങളുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് എനിക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലേ? വേറൊരാൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 2 ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അത് ഒന്ന് കവേർട്ട് ബിഹേവിയേഴ്സ്, വേറൊന്ന് ഒവേർട്ട് ബിഹേവിയേഴ്സ്. ഈ ഒവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് ഓപ്പണാണ്. ഒവേർട്ട്, ഓപ്പൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നടക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, ഇതൊക്കെ ബിഹേവിയേഴ്സാണ്, കാണാൻ പറ്റുന്നതാണ്. കവേർട്ട് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ കവറായിട്ടാണ് ഉള്ളത്, കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത ബിഹേവിയേഴ്സ് എന്തൊക്കെയാ? ഓവർ തിങ്കിങ്, ഇങ്ങനെ ചിന്തിച്ചു കൂട്ടൂലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ അങ്ങേ അറ്റം വരെ ചിന്തിച്ച് കൂട്ടുന്നത് ഒക്കെ എന്താണ്? കവേർട്ട് ബിഹേവിയേഴ്സാണ്. അതായത് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ അൺഒബ്സർവബിളും കൂടെ ആണ് തിങ്കിങ്, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. സോ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ഇതിനൊക്കെയാണ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നാച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സൈക്കോളജി ഒരു സയൻസും ആണ്, ഒരു ആർട്ടും ആണ്. എന്തുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇത് ആൾക്കാരുടെ ഒപ്പീനിയൻസ് അല്ല, സിസ്റ്റമാറ്റിക് ആണ്. റിസർച്ച് നടത്തിയിട്ട് വളരെ കൃത്യമായിട്ട്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ, അല്ലെ? നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ പല റിസർച്ചുകളും നടത്തിയിട്ടല്ലേ ഇന്ന സബ്സ്റ്റൻസ് ആണ്, അല്ലെ? പല പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നു, പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ? അതിനൊക്കെ ഒരു റിസർച്ച് ഉണ്ട്, ഒരു സിസ്റ്റമാറ്റിക് റിസർച്ച് ഉണ്ട്. ദ സെയിം വേ ആണ് സൈക്കോളജിയിലുള്ള എല്ലാ തിയറീസും, സൈക്കോളജി ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതേസമയം ഒരു ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒരു കലയാണ് സൈക്കോളജി. കാരണം ആൾക്കാർ മാറുന്നതിനനുസരിച്ച് നമ്മൾ കൺവേ ആക്കുന്ന മെസ്സേജസ് മാറും. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ തന്നെ നിങ്ങൾ നോക്കുക, 2 കൗൺസിലേഴ്സിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 കൗൺസിലേഴ്സും ഡിഫറെൻറ്റ് രീതിയായിരിക്കും. ചില ആളുകൾക്ക് ചില കൗൺസിലേഴ്സിനെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത് അവർ ഈവൻ ദോ തെറാപ്പി തിയറീസ് ഒക്കെ ഉണ്ടെങ്കിലും അവരതിനെ വേറൊരാളിലോട്ടേക്ക് എത്തിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പല ടീച്ചേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരും പല മെത്തേഡ്സിലായിരിക്കും ക്ലാസ് എടുക്കുക, അല്ലേ? അത് അവരുടെ ഒരു കലാരൂപ. അതേപോലെ തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതിലൊരുപാട് ആർട്ടുണ്ട്, കലകളുണ്ട് എന്നുള്ളതാണ്. ഇത് പൊതുവെ സയൻറ്റിഫിക് മെത്തേഡ് വെച്ചിട്ടാണ് ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുണ്ട്. ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ നമ്മൾ ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഒരു സൈക്കോളജി എന്ന് പറയുമ്പോൾ. കാരണം ഇപ്പോൾ ഓരോ ആളിലും എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിൽ തന്നെ നിങ്ങൾ വേണ്ട ഒരു പേഴ്സൺ എ, പേഴ്സൺ ബി, അല്ലേ? 2 ആൾക്കും ഇപ്പോൾ ഡിപ്രഷൻ ആണെങ്കിൽ 2 ആൾക്കാരും കാണിക്കുന്ന ബിഹേവിയേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. 2 ആൾക്കാരുടെയും എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഡിസോർഡർ നമ്മൾ നോക്കുമ്പോൾ ഡിപ്രഷനാണ്, പക്ഷെ 2 ആളുകളും ഡിഫറെൻ്റ് രീതിയിലാണ് അതിനെ കാണുന്നതും അത് പുറത്തോട്ടേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് രീതിയിലായിരിക്കും. സോ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസ് നിങ്ങൾക്ക് ബേസിക്കലി ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ വളരെ ബ്രോഡായിട്ട് പറയുമ്പോൾ 4 ബ്രാഞ്ചസ് ആണ് പറയുക. ഇൻഡിവിജ്വൽ സൈക്കോളജി, പേഴ്സണൽ ബിഹേവിയേഴ്സിന് ഇൻഡിവിജ്വൽ സൈക്കോളജി പേരിൽ തന്നെ ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിന്, അതായത് ഓരോ ആളുകളെ പറ്റി ഫോക്കസ് ചെയ്തിട്ട് അവരുടെ പെരുമാറ്റങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ശാഖ. ഗ്രൂപ്പ് സൈക്കോളജി എന്താ? ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, അല്ലേ? ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം വരുന്നത്. സാമൂഹിക അന്തരീക്ഷത്തിൽ പെരുമാറ്റം മാറൂലേ? മാറും. അതും ഞാൻ ഡിസ്കസ് ചെയ്യാം, നമുക്ക് വരുന്നുണ്ട് ആ ഒരു ഏരിയ. പിന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജി, ഒരു വർക്ക് പ്ലേസിൽ ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെ? ജോലി സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നതാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി. പിന്നെ ഡൈനാമിക് സൈക്കോളജിയാണ്. ഡൈനാമിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സും മാറും, ചിന്തകൾ മാറൂലേ, മെമ്മറിയിൽ മാറ്റം വരും.
ഒരാൾ ഡിസിഷൻ മേക്കിങ്ങിൽ മാറ്റം വരും അല്ലെ, ഒക്കെ സ്ഥിരത ഉള്ളൊരു കാര്യമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. അതേപോലെ നമ്മുടെ പെരുമാറ്റങ്ങളിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചേഞ്ച് ആവുന്ന ഈ ഒരു പെരുമാറ്റങ്ങളെയും ഈ ഒരു മെൻ്റൽ പ്രോസസ്സിനെയും പറ്റി പഠിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ ഡൈനാമിക് സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇത് മാത്രമല്ല, എഗെയിൻ നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ചെറുങ്ങനെ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി എന്തിനാ ഈ സൈക്കോളജി, എന്തിനാ ശരിക്കും സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അല്ലെങ്കിൽ മാത്സ് ഒക്കെ പറയുന്ന സമയത്ത് ഭൂമിയുടെ സ്പന്ദനം മാത്സിലാന്ന് പറഞ്ഞ പോലെ സൈക്കോളജി ഇല്ലെങ്കിൽ എന്താ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്? കാരണം സൈക്കോളജി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ, ഇപ്പം നിങ്ങളിൽ തന്നെ ആരെങ്കിലും ഒരാൾക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത്, അല്ലെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത്, അതായത് നിങ്ങൾ വളരെ, അതായത് നിങ്ങളെ ഉറക്കമൊക്കെ ആകെ എന്ത് ചെയ്യാണ്, ഉറക്കമൊക്കെ പോയി, നിങ്ങളുടെ ഫുഡാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നുണ്ട്. അതായത് മുമ്പ് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ രീതിയിൽ പെരുമാറുന്നത്? ഇതിന് ആൻസർ സൈക്കോളജി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസിലാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മേ ബി ആൾക്ക് ഡിപ്രഷൻ സിംറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഡിപ്രഷൻ, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിപ്രഷൻ്റെ സിംറ്റംസാണ്. ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ചെറിയ കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന്, അതായത് ചിന്തിക്കാൻ പോലും അവർക്ക് അതുപോലും ആ ഒരു സമയത്ത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു ട്രിഗറിങ് ആയിരിക്കും. ഉറക്കിൽ മാറ്റം ഉണ്ടാവും, അതേപോലെ ഫുഡ് കഴിക്കുന്നതിൽ, വിശപ്പിലൊക്കെ മാറ്റം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ 2-3 സിംറ്റംസ് മാത്രം പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പം ചെറിയ മക്കളാണെങ്കിൽ ഒരു കുട്ടി അഗ്രസീവ് ആവുന്നത്, അനുസരണക്കേട് കാണിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഒരാൾ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ നമ്മൾ കയറി പഠിച്ച് കളിക്കുക എന്നൊക്കെ പറയൂടെ, അങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് സൈക്കോളജിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്, പഠിച്ചെടുക്കുന്നത് എന്ന് പറയുമ്പോൾ പാഠപുസ്തകം പഠിച്ചെടുക്കുന്നതല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞുകൊണ്ട് ലേൺ ചെയ്തിട്ടുണ്ടാവും, അറിയാതെയും ലേൺ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇമോഷൻസ്, ജനിച്ച ഉടനെ എല്ലാ ഇമോഷൻസും, അതായത് നമുക്ക് എങ്ങനെയാണ് ഇമോഷൻസ് ഒക്കെ കിട്ടിയത്? ഒബ്വിയസ്ലി നമ്മുടെ പാരൻസിൻ്റെ അടുത്തു നിന്നാണ് ഇമോഷൻസ് കിട്ടിയത് അല്ലേ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേടി. ഇപ്പം ജനിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനിച്ച ഉടനെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ആൾക്ക് 2 പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഫിയർ ഓഫ് ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ പോകുമോ എന്നുള്ളൊരു പേടി ഒരു കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ സൗണ്ട് ഭയങ്കര പേടിയാണ്. രസം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ പേടികളും ഒരു കുട്ടി ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നതാണ്. ദിസ് ഇസ് ഹൗ വി ലേൺ. എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത്? പല പാരൻസിൽ നിന്ന് പഠിക്കും. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ ചിലപ്പോൾ കുട്ടി പുറത്തോട്ടേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടിയുടെ അടുത്ത് പറയും അങ്ങോട്ട് പോകണ്ട, പ്രേതം വന്ന് പിടിക്കും, ഇരുട്ടത്ത് പോകണ്ടെന്ന് പറയും. കുട്ടിക്ക് ഇരുട്ടും അവിടെ പേടി. ചെറിയ മക്കളടുത്ത് നമ്മൾ പറയുമ്പോഴുള്ള അവസ്ഥയാണ്, ഇരുട്ടും പേടി തുടങ്ങി, അതേപോലെ പ്രേതത്തിനെയും പേടി തുടങ്ങി. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നത്, നമ്മൾ ഒരാളടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഈവൻ നമ്മൾ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, നമ്മളതിനെ എങ്ങനെ പിടിച്ചു നിർത്തണം എന്നുള്ള കാര്യങ്ങൾ, കൺട്രോൾ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ലേൺ ചെയ്യാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം ചെറിയ പ്രായത്തിലുള്ള ഒരാളായിരിക്കില്ല ഒരു 15 വയസ്സാകുമ്പോൾ, 15 വയസ്സ് ഉള്ള ആളായിരിക്കില്ല ഒരു 25 വയസ്സാകുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? സൈക്കോളജിയിലാണ്. ഇതൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ, മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ വർക്ക് പ്ലേസിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യം കേട്ടോ. റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുക, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ഒക്കെ എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ബേസിക്കലി സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ മെത്തേഡ്സ് ആട്ടോ. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയോ ഇവിടെ നിങ്ങൾക്ക്? ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയോ? പൊതുവെ ഓരോ ആളുകളും ഡിഫറെൻ്റ് രീതിയിലായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കുക അല്ലേ? ചില ആളുകൾ പൊരിച്ചു വെക്കും, ചില ആളുകൾ ചട്ടിയിലായിരിക്കും വെക്കുക, ചില ആളുകൾ കുടുക്കയിൽ അതിൻ്റെ ഒരു
ഒരു യഥാർത്ഥ ഫ്ലേവർ കിട്ടണമെങ്കിൽ കുടുക്കയിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലായിരിക്കും ചിക്കൻ കറി വെക്കുക. മെത്തേഡ് വേറെ ആയിരിക്കും അല്ലേ. ആദ്യം ഈ ഉള്ളി വാട്ടിയിട്ട് ചിക്കൻ അതിലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇനിയല്ല ഒക്കെ കൂടെ ഈ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഒക്കെ കൂടെ കുക്കറിലിട്ട് അങ്ങനെ ആക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ചിക്കൻ കറി തന്നെ ആണെങ്കിലും ആ ഒരു നമ്മൾ പോകുന്ന വഴികൾ ഡിഫറെൻ്റാണ്. അതേപോലെ സൈക്കോളജിയിൽ നമുക്കിപ്പോൾ ഒരു എയിം ഉണ്ട്, ഒരു കാര്യം കണ്ടെത്തണമെങ്കിൽ സൈക്കോളജിയിൽ പല പല സിദ്ധാന്തങ്ങൾ, തിയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ പല മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് മെത്തഡ്. ഓക്കെ, അതിൽ നിങ്ങൾ പറയാൻ പോകുന്ന മെത്തഡാണ് ഒന്ന് എക്സ്പെരിമെൻസാണ്. ഇപ്പോൾ സൈക്കോളജിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ലാബൊക്കെ അറ്റൻഡ് ചെയ്യുന്ന അതായത് ലാബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, സയൻസ് പഠിച്ചവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ ഓരോ പിന്നെ കെമിക്കൽസ് വെച്ചിട്ട്. ഇതേപോലെ നമ്മൾ സൈക്കോളജിയിലും എക്സ്പെരിമെൻറ്റുകൾ നടത്തും. ഒരു ലാബിൽ നിന്നായിരിക്കും ചെയ്യുക. അത് സൈക്കോളജിക്കലി ഉള്ള എക്സ്പെരിമെൻറ്റുകളായിരിക്കും. മനുഷ്യന്മാരെ വെച്ചിട്ടോ അല്ലെങ്കിൽ മൃഗങ്ങളെ വെച്ചിട്ടോ എലിയെ വെച്ചിട്ടോ ഒക്കെ അല്ലെ ഡോഗിനെ വെച്ചിട്ടോ ഒക്കെ ഇഷ്ടംപോലെ എക്സ്പെരിമെൻറ്റുകൾ സൈക്കോളജിയിലുണ്ട്. അങ്ങനെ എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ നടത്തും. പിന്നെ നമ്മൾ വേറൊരു മെത്തഡാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നല്ല, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര ആൾക്കാർക്ക് ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ പല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത് ഞാനിവിടെ രേഖപ്പെടുത്തും. ഓക്കെ, സോഫി ഈ സമയത്ത് ഇന്ന ആൻസർ പറഞ്ഞു, ജ്യോതി എന്താ പേര്, ഞാൻ ജ്യോതിർ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ ജ്യോതിർ മനോജ് ഈ ഒരു ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതായത് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഇന്ന ആൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളുടെ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാം. ഇനി അതല്ല, നമ്മളിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിലാണ് ഉള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടെ ഒരു ക്യാമറ വെക്കും. ക്യാമറ വെച്ചിട്ട് എനിക്കിപ്പുറം ആക്സസ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കും, ആ ക്യാമറയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റം, ടീച്ചേഴ്സ് ഉള്ള സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റം. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കലി ഒബ്സർവേഷനിലൂടെയും സൈക്കോളജിയിൽ പല അതായത് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പല പല തിയറീസുകൾ, കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ടെസ്റ്റുകൾ നടത്തും, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടത്തും. ഇപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് സ്ട്രെസ് ഉണ്ടെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് അറിയാം, സ്ട്രെസ്സിന് ഒരുപാട് ടൂൾസുകളുണ്ട്, ക്വസ്റ്റിനെയർസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റിനെയർ തരും, നിങ്ങൾക്ക് പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഈ 30 ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ പറയണം, അതിൽ ഉള്ള പോലെ നിങ്ങൾ ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും, അത് ഫിൽ ഔട്ട് ചെയ്തിട്ട് തരും. ഞാനത് നോക്കിയിട്ട് അതിന് സ്കോർ ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിൽ ഇത്ര പേർക്ക് സിവിയർ ആയിട്ട് സ്ട്രെസ് ഉണ്ട്, ഇതിൽ ഇത്ര പേർക്ക് തീരെ സ്ട്രെസ് ഇല്ല, ഇതിൽ കുറച്ച് ആളുകൾക്ക് മോഡറേറ്റ് ഒരു ഏവറേജ് ലെവൽ ഓഫ് സ്ട്രെസ്സാണ് ഉള്ളത്. അപ്പോൾ ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്താറില്ലേ, ഹീമോഗ്ലോബിൻ ഇത്ര അളവാണ്, WBC ഇത്ര അളവാണ്. ദ സെയിം വേ നമ്മൾ പല കാര്യങ്ങളും, ഞാൻ സ്ട്രെസ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇനി മേ ബി ഇൻ്റലിജൻസ് ആകാം, മേ ബി ആങ്സൈറ്റി ആകാം അല്ലേ, പല രീതിയിലും സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ മെത്തേഡുകൾ വെച്ചിട്ട് നമുക്ക് സൈക്കോളജിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ബ്രെയിൻ ഇമേജിങ്, FMRI അല്ലേ, FMRI ചെയ്ത ആരെങ്കിലും ഇതിലുണ്ടോ? FMRI സ്കാൻ, MRI ചെയ്ത ആരെങ്കിലും ഉണ്ടോ? സിമിലർ, FMRI വേറെയാണ്, MRI വേറെയാണ്, പക്ഷെ സെയിം മീൻസ് സിമിലർ ആണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ. MRI എങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങളെ കടത്തിവിട്ട് നിങ്ങളുടെ പല ഇപ്പോൾ ബ്രെയിനിൻ്റെ ആണെങ്കിൽ അങ്ങനെ പല ബോഡി ഏരിയാസിൻ്റെ സ്കാനിങ് ചെയ്തിട്ട് ആണ് ഇത് പൊതുവേ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സൈക്കോളജിയിൽ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുവരെ ഡിപ്രഷൻ്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞത്, അത് തന്നെ എടുക്കാം. ഡിപ്രഷനുള്ള 2 വ്യക്തിയുടെ ബ്രെയിൻ ഇമേജ്, ബ്രെയിനിൻ്റെ ഫോട്ടോ, ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങളില്ലേ അല്ലേ, ഒരുപാട് അറകളുണ്ട്, മീൻസ് അതായത് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ബ്രെയിൻ എന്ന് പറയുന്നത്, പാർട്സ് അല്ലേ. ഈ ഓരോ പാർട്സിലും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നോർമലി ഉള്ള ഒരു വ്യക്തിയും ഇപ്പം ഡിപ്രഷനുള്ള ഒരു വ്യക്തിയുടെയും നമ്മൾ ബ്രെയിനിലെ ഇമേജസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറൻസസ് ഉണ്ടാവും, ബ്രെയിനിലെ ആക്ടിവിറ്റീസിൽ ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കാല് ഫ്രാക്ചർ പറ്റിയ ഒടിഞ്ഞ ഒരാളുടെ കാലിൻ്റെ എക്സ്റേയും ഒടിയാത്ത ഒരാളുടെ കാലിൻ്റെ എക്സ്റേയും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവില്ലേ. ദ സെയിം വേ ഒരു മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാളുടെ ബ്രെയിന് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിസോഫ്രീനിയ കേട്ടിട്ടുണ്ടോ?
സ്കിസോഫ്രീനിയ, ചിത്തഭ്രമം എന്നാണ് മലയാളത്തിൽ അതിന് പറയാ. നിങ്ങൾ പൊതുവെ ഭ്രാന്ത് എന്ന് വിളിക്കുന്ന ഒരു പൊതുവെ ആൾക്കാർ ഭ്രാന്ത് എന്ന് വിളിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബേസിക്കലി ഞാനത് ഭ്രാന്ത് എന്ന് വിളിക്കാൻ ഞാൻ എങ്ങനെ മണിച്ചിത്രത്തായാലും ആൾക്ക് ചിത്തഭ്രമ അല്ല, മണിച്ചിത്രത്തായാലും ആൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാ, ഐഡന്റിറ്റി ഡിസോർഡറാ. പക്ഷെ അതില് മേ ബി അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെയുള്ള കാര്യങ്ങൾ ആള് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ അവന് ഭ്രാന്ത, അവക്ക് ഭ്രാന്താന്ന് എങ്ങനെ അല്ല നോ 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 ADHD സ്കിസോഫ്രീനിയ അല്ല. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത്, ADHD എന്താന്നുള്ള പഠിക്കാനുണ്ട്. സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത ആൾക്കാരെ വേറൊരാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ കേൾക്കാത്ത സൗണ്ടുകൾ വേറൊരാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്നെ ആരൊക്കെയോ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട്, ഇവന്തോ അങ്ങനെ ആരും ഇല്ലെങ്കിൽ കൂടെ അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ പൊതുവെ ഫിലിംസിൽ പോർട്രേ ചെയ്യുന്ന ഒരു ഇതില്ല. നമ്മുടെ മമ്മൂക്കയുടെ തനിയാവർത്തനത്തില് എല്ലാരും മമ്മൂക്കയെ ഒരു സ്കിസോഫ്രീനിക് ആയിട്ടുള്ള പേഷ്യന്റ് ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. തനിയാവർത്തനം കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇല്ല, അത് പണ്ടത്തെ ഒരു മൂവിയാണ്. അപ്പോൾ നമ്മൾ ഭ്രാന്ത് എന്ന് പൊതുവെ വിളിക്കുന്ന ഒരു ഇതില്ല, ഇതാണ് സ്കിസോഫ്രീനിയ. പക്ഷെ ഭ്രാന്ത് എന്നുള്ള ടേം നിങ്ങൾ കൗൺസിലിംഗ് ഫീൽഡ് പഠിക്കുന്ന ഒരാളാണ്, ദെൻ അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റിഗ്മ കൂട്ടുന്ന ഒരു പേരാണ്. ആൻഡ് നെക്സ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിസോഫ്രീനിയ എന്ന് വിളിക്കുക. കാരണം ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നം എല്ലാവർക്കും അല്ലേ. ഭ്രാന്തൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുമോ? അതെന്തുകൊണ്ടാണ്? അതൊരു നെഗറ്റീവായിട്ട് അതിന് ഇതാവുന്നത് കൊണ്ടാണ്. സോ ഇത് ഒരു സ്കിസോഫ്രീനിയ ഉള്ള ഒരു വ്യക്തിയുടെ ബ്രെയിന് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രെയിനിന്റെ ഒരു പാർട്ട് ഉണ്ട്. ഈ പാർട്ട് കുറച്ചുകൂടെ വലുതായിരിക്കും, നോർമൽ പീപ്പിളിനേക്കാളും കൂടുതൽ വലുതായിരിക്കും. അപ്പോൾ ഡിഫറൻസസ് ഉണ്ടാവും, ബ്രെയിനിന്റെ സ്ട്രക്ചറിലും ഡിഫറൻസസ് ഉണ്ടാവും, അതിന്റെ ഫങ്ഷൻസും. പിന്നെ ബ്രെയിനിൽ കുറേ രാസവസ്തുക്കൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്, അതാണ് ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എന്നൊക്കെ പറയും. ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു സ്റ്റഡി നടത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു ഏരിയനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ദിസ് ഇസ് ബ്രെയിൻ ഇമേജിങ്. പിന്നെ ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്യും. ഒരാളെ ഇപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ടുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം അത്രയും ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കാണാറില്ല, പുതുതായിട്ടുള്ള അമ്മമാർ ചിലപ്പോൾ കുട്ടികളെ നോക്കില്ല, ഹസ്ബൻഡിനെ ചിലപ്പോൾ അടുത്തോട്ടേക്ക് അടുപ്പിക്കില്ല, ചിലപ്പോൾ അവർ അതായത് ഒന്നും തിരിയാത്ത സ്വന്തം കുട്ടിയുടെ അടുത്ത് പോലും പാല് കൊടുക്കാൻ സമ്മതിക്കില്ല, പാല് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതെ, ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ അനിയനുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ്. ഓക്കെ, മിക്ക ആളുകളിലും പോസ്റ്റ് പാർട്ടം ബ്ലൂസ് ആണ് കാണപ്പെടുന്നത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് ബേസിക്കലി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഇപ്പം നമ്മൾ അവരുടെ സാഹചര്യങ്ങൾ, അവരെന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറേ ആൾക്കാർ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെയും ഒരു സർവേ ഒക്കെ നടത്തിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു സൈക്കോളജീനെ പറ്റിയിട്ട് പഠിക്കും. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഏരിയ ആണ്. ഓക്കെ, സോ ഇതാണ് മെത്തേഡ്സ്, നമ്മൾ ബേസിക്കലി സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഭാഗം ഓക്കെ ആണോ? ഓക്കെ ആണോ? സംശയമൊന്നുമില്ലല്ലോ? എവിടെയും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ചോദിച്ചോളൂ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലോണം പോകുന്നുണ്ടല്ലോ, ഈ അബോധാവസ്ഥയിലാക്കിയിട്ട് കണ്ണ് തുറക്കുമ്പോ മരണപ്പെട്ട വ്യക്തിയായിരിക്കും മുമ്പിൽ എന്നൊക്കെ പറഞ്ഞു. അതെന്താ സത്യം തന്നെയാണോ? ദാറ്റ് ഈസ് ഹിപ്നോട്ടിസം. അത് ഹിപ്നോട്ടിസം ആണ്. അത് സൈക്കോളജിയിൽ നമ്മള് കാണുന്ന വ്യക്തിക്ക് ആ മരണപ്പെട്ട വ്യക്തിനായിരിക്കും അങ്ങനെയാണോ തോന്നുന്നത്? അത് ആൾക്ക് തോന്നുന്നതാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയുകയാണെങ്കിൽ, അയ്യോ അതൊക്കെ ഒത്തിരി വലിയ എക്സ്പ്ലനേഷനാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളിപ്പോൾ രാത്രി എഴുന്നേറ്റ് കുറച്ച് പുറത്തോട്ടേക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതായത് ഇപ്പോൾ ഒരു വായൻ്റെ ഇലയൊക്കെ ഒരു മനുഷ്യനായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ചിലപ്പോൾ ഉറക്കത്തൊക്കെ ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്ന പോലെ, ചിലപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ അയാൾ അവിടെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവാറില്ല. ഇതൊക്കെ റിയൽ ആണോ?
നമ്മുടെ ബ്രെയിന് നമുക്ക് അത് കാട്ടിത്തരുന്നതാണ്. അതേപോലെ തന്നെയാണ് ഹിപ്നോട്ടിസത്തിൽ ചില സൈക്കോളജിക്കൽ ട്രിക്സുകളും പിന്നെ അതേപോലെ നമ്മുടെ പെർസെപ്ഷനെ മാറ്റിയിട്ടാണ് അവരത് കാണിക്കുന്നത്. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒബ്ജക്റ്റ് തന്നെ ആവണമെന്നില്ല നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വായന ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നില്ല അല്ലേ, വായന വായയായിട്ടേ തോന്നുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്ന നമ്മുടെ ബ്രെയിൻ അതിനെ വിലയിരുത്തുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ടാവും. ഇതേ കാര്യമാണ് ഹിപ്നോട്ടിസത്തിൽ നടത്തുന്നത്, മനസ്സിലായോ? അത് അവർ മാറ്റും. അത് പല ട്രിക്സുകളും സജഷനൊക്കെ വെച്ചിട്ട് മാറ്റുന്നതാണ്. ആൻഡ് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാർക്ക് അത് മാത്രമായിട്ട് കോഴ്സസുകളുണ്ട്, അതിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ. ബട്ട് അവർക്ക് ഒരു കേസസ് ഒന്നും ഡിസ്കസ് ചെയ്യാനും ഒരു കൗൺസിലിംഗ് ചെയ്യാനും പറ്റില്ല. ഈവൻ ഇഫ് ദേ ആർ അവർക്ക് MA അല്ലെങ്കിൽ MSc സൈക്കോളജി ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഇഷ്ടംപോലെ കോഴ്സസുകളൊക്കെ ഉണ്ട്. ഒരു 6 month കോഴ്സ്, 3 month കോഴ്സൊക്കെ പഠിച്ചിട്ട് പല ടെക്നിക്സുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഉനൈസർ മൂപ്പര് അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ വരുമ്പം മേ ബി അത് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ എങ്ങനെയാണ് മൂപ്പര് അത് ചെയ്തത് ചിലപ്പോൾ മൂപ്പര് തന്നെ പറയുകയും ചെയ്യും. അതാ രസം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പക്ഷെ ഹിപ്നോട്ടിസത്തില് ഈ നമ്മുടെ അബോധ മനസ്സില് ഉള്ള കാര്യങ്ങൾ, അതായത് നേരത്തെ നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ചോദിച്ച സിനിമയൊക്കെ കാണത്തില്ല, ഫിലിംസിലൊക്കെ പോർട്രേറ്റ് ചെയ്തല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് അവന്റെ മനസ്സിൽ, അവന്റെ അബോധ മനസ്സിൽ കാണുന്ന എന്താ പറയാ ഒരു കാര്യങ്ങള് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു സാധനം ഹിപ്നോട്ടിസത്തില്. ഓക്കെ, ഹിപ്നോട്ടിസത്തിൽ പൊതുവേ അതാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നുണ്ട്. ബട്ട് ഹിപ്നോട്ടിക് തെറാപ്പി വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊരുപാട് ഒത്തിരി വൈൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹിപ്നോട്ടിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയാൻ തുടങ്ങി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് അവിടെ ആക്ടിവേറ്റ് ആക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, നമ്മളിപ്പോൾ അവെയർ ആവുന്ന മൈൻഡ്, അതിൻ്റെ തൊട്ടടിയിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് വരുന്നത്. നമ്മുടെ പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒട്ടും ഓർമ്മയില്ലാത്തൊരു കാര്യം ഒരു ഫ്രണ്ട് ഇപ്പം വന്ന് പറയുമ്പോൾ, എടാ ഞാൻ ഇന്നലെ ഞാൻ ആ ഒരു കുറച്ച് വർഷം മുമ്പ് നമ്മളത് ചെയ്ത് എനിക്കിപ്പോഴാണ് ഓർമ്മ, എനിക്ക് പണ്ടൊന്നും ഇത് ഓർമ്മയില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് ആ ഒരു കത്തലില്ലേ, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. പെട്ടെന്ന് നമുക്കത് കോൺഷ്യസ് മൈൻഡിലോട്ടൊക്കെ വരികയാണ്. ഇങ്ങനെയാണ് ഹിപ്നോട്ടിക് തെറാപ്പിയിൽ അത് വർക്കാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ അൺകോൺഷ്യസ് ഉണ്ട്, നമുക്ക് തീരെ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മുടെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ സൈക്കോളജിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ അല്ല. നമുക്ക് ഇപ്പോൾ ക്യാൻസർ വന്ന ഒരാളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അയാളെ നോർമൽ ലൈഫിലോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഓട്ടിസം ഉള്ള ആളുടെ ലൈഫ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ആൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ചിലപ്പോൾ സംസാരിക്കാനായിരിക്കും, ചിലപ്പോൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിരിക്കും. അതിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി അവരെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ കൂട്ടാനും അതേപോലെ അവരുടെ പല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കും പല ബിഹേവിയറൽ ഇഷ്യൂസാണ് ഉണ്ടാവുക. അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് അവരെ ഒരു ബെറ്റർ ലൈഫ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് പറ്റും. ഓക്കെ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓട്ടിസമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. അതായത് ഈ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ ADHD, ഓട്ടിസം അല്ലെ, പല ഡിസോർഡേഴ്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇൻക്ലൂഡിങ് ഡിപ്രഷൻ. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഭാഗം വരുന്നതാണ് സൈക്കോളജി ആസ് എ ഡിസിപ്ലിൻ. ഓക്കെ, സൈക്കോളജി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ പണ്ടൊരു ഡിസിപ്ലിൻ, ഒരു സെപ്പറേറ്റ് ആയിട്ട് സൈക്കോളജിക്ക് മാത്രം ഒരു സിംഹാസനം കിട്ടിയിട്ടില്ല. ഓക്കെ, സൈക്കോളജി ഫിലോസഫിൻ്റെയും അതേപോലെ ഫിസിയോളജി, അതായത് മനുഷ്യന്മാരുടെ ശരീരത്തെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഫിസിയോളജിയും പിന്നെ ഫിലോസഫിയും മറ്റേ തത്വചിന്തകളൊക്കെ പറ്റി പഠിക്കുന്നതിൻ്റെയും ഒരു സൈഡിലൂടെ പോയ ആളായിരുന്നു. ഇതാണ് സൈക്കോളജി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സൈക്കോളജിക്ക് സ്വന്തമായിട്ടൊരു സീറ്റും ഒരു സദസ്സൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അതൊരു കംപ്ലീറ്റ് ഡിസിപ്ലിൻ, ഒരു സദസ്സ് കിട്ടിയത്, ഈ ഒരു സിംഹാസനം സൈക്കോളജിക്ക് കിട്ടിത്തുടങ്ങിയത് പിന്നെ എങ്ങനെയാണെന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഏരിയ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത്, സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സ് എന്നുള്ളത്. സോ ഇതിൻ്റെ ബ്രാഞ്ചസും ആപ്ലിക്കേഷൻസും നമ്മൾ പറയുന്ന സമയത്ത്
നിങ്ങൾക്ക് PPT കാണാൻ പറ്റുന്നില്ലേ? PPT കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇത് ഞാൻ വൈൽഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഞാനിത് വൈഡ് ആക്കിയിട്ട് കാണിക്കാത്തത്. ഓക്കെ, ഇതിൻ്റെ ബ്രാഞ്ചസ് ആൻഡ് അപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ക്ലിനിക്കലും കൗൺസിലിംഗും നിങ്ങൾക്ക് കേട്ടറിവുണ്ടാവും. ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ആ ഒരു ഭ്രൂണം തൊട്ടിട്ട് ആ കുട്ടി അയാൾ വലുതായി മരിക്കുന്നത് വരെയുള്ള കാലഘട്ടമില്ലേ, അതിനൊക്കെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഡെവലപ്മെന്റൽ. ആ ഒരു വികസിച്ച് വരുന്ന ആ ഒരു കാലഘട്ടം. പിന്നെ സോഷ്യൽ, ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും, സോഷ്യൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്കറിയാം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ അക്കാദമിക് പരമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ പല ഏരിയാസിലും നമുക്ക് സൈക്കോളജി ക്ലിനിക്കൽ ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഏരിയാസിലും ഇത്, മനുഷ്യനുള്ള എല്ലാ ഏരിയാസിലും ഇതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് ഇൻ നാച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സയൻസ്, സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. നമ്മൾ നേരത്തെ ഒരുപാട് ഒബ്സർവേഷന്, അതേപോലെ പല പല മെത്തേഡ്സുകൾ, നമ്മൾ എക്സ്പെരിമെൻറ്റുകൾ, സർവേ, കേസ് സ്റ്റഡി, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡുകളൊക്കെ വെച്ചിട്ടാണ് ഒരു ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നത്, വെറുതെ പഠിക്കുന്നതല്ല. പിന്നെ എംപെരിക്കൽ ഇൻ റിസർച്ചാണ്. എംപെരിക്കൽ റിസർച്ച് എന്ന് വെച്ചാൽ എവിഡൻസ് ബേസ്ഡാണ്. ഇപ്പോൾ ഒരാൾ നമ്മളടുത്ത് ചോദിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ റിസർച്ച് ഉണ്ട്, വർഷങ്ങളായിട്ട് ഇന്ന ആൾ റിസർച്ച് നടത്തിയ റിസർച്ച് ഉണ്ട്, ഇത്ര ആളുകളിൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ എംപെരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. എവിഡൻസ് ഉണ്ട് നമുക്ക്, വെറുതെ പറയുന്നല്ലോ ഒന്നും. ഓക്കെ, ഇതിൻ്റെ എവല്യൂഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, സൈക്കോളജി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിനായിട്ടും മുമ്പൊരു സദസ്സൊന്നും സൈക്കോളജിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നറിയാം, പക്ഷേ സൈക്കോളജി എന്നുള്ളൊരു പേരിൽ ഒരു പ്രത്യേക ഒരു സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല. ഇതിന് സ്ഥാനം കിട്ടിയത് ഇയാൾ കാരണം, വില്യം വൂണ്ട്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ഒരു പേര് ഇദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെ എന്തുകൊണ്ടാണ് സൈക്കോളജി ഒരു ഡിസിപ്ലിൻ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹമാണ് സൈക്കോളജിക്ക് വേണ്ടി ആദ്യമായിട്ട് ലാബ് കണ്ടുപിടിച്ചത്. 1879 ജർമ്മനിയിൽ ലെയ്പ്സിഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സൈക്കോളജിയിൽ ആദ്യമായിട്ട് ലാബ് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ ആൾക്കാർക്ക് അല്ലേ, നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരു കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഒരു ലാബും എക്സ്പെരിമെൻറ്റും വരുമ്പോൾ ആൾക്കാർക്ക് ഇത് കുറച്ച് ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു എവിഡൻസും കൂടിയാണ് ഈ ഒരു ലാബ് എന്ന് പറയുന്നത്, വെറുതെ നമ്മൾ പറയുന്നതിലുപരി. സോ അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ലാബ് ഒരു വിപ്ലവമായിരുന്നു ശരിക്കും വില്യം വൂണ്ട് ഇത് കണ്ടുപിടിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ഫാദർ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലോസഫിയുടെയും ഫിസിയോളജിയുടെയും രണ്ടിൻ്റെയും ഇടക്കായിരുന്നു സൈക്കോളജി ഉണ്ടായിരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പേരിലായിരുന്നു സൈക്കോളജി മുമ്പ് അറിയപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് പിന്നെയാണ് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സൈക്കോളജി, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിനായിട്ട് പ്രത്യേക സദസ്സ് സൈക്കോളജിക്ക് കിട്ടിയത് ഇദ്ദേഹം കാരണമാണ്. ഇനി ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, ഇപ്പോഴുള്ളൊരവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ തിയറിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നിലവാരത്തിൽ നമ്മൾ അപ്ലൈഡ് സയൻസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലൈഡ് സയൻസ് എന്ന് പറയുമ്പോൾ ഈ പഠിച്ച തിയറിയൊക്കെ നമുക്ക് വേറെ ഒന്നിലോട്ടേക്ക് അപ്ലൈ ചെയ്യണ്ടേ അല്ലേ. ഇപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ്റെ തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടേക്ക് പോകണ്ടേ. അതേപോലെ നമ്മൾ പഠിച്ചതൊക്കെ ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളുടെ അടുത്ത് സംസാരിക്കേണ്ടത്, അയാൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇനി ഈ അക്കാദമിക്കലി സ്കൂളുകളിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, വർക്ക് പ്ലേസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ബുദ്ധിപൂർവ്വം, മാർക്കറ്റിംഗ് ഫീൽഡിൽ എന്തോരം സൈക്കോളജി അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ 499 എന്നുള്ള, അതായത് 500 എന്ന് എഴുതുന്നതിന് പകരം 499 എന്നുള്ളത് എഴുതും. എന്തുകൊണ്ടാണ് എഴുതുന്നത്? ആകെ ഒരു രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ 500 എന്ന് എഴുതിയാലും 499 എന്ന് എഴുതിയാലും ആൾക്കാർക്ക് പൈസ ഒത്തിരി കുറഞ്ഞ പോലെ തോന്നിക്കുക 499 എന്നുള്ളതുകൊണ്ട്. അത് നമ്മുടെ ഒരു പെർസെപ്ഷനാണ്. ആ ഒരു സൈക്കോളജി എപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നു. സോ മാർക്കറ്റിംഗ് ഫീൽഡിലും ഒത്തിരി സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും സൈക്കോളജി എല്ലാ ഏരിയാസിലും നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇൻഡിവിജ്വലിൻ്റെ ആയിക്കോട്ടെ സോഷ്യലിൻ്റെ ആയിക്കോട്ടെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ഈ PPT കാണിക്കുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് കിട്ടില്ല. അതായത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് നോട്ട്സ് പറയുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം. അത് ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി അല്ല, ഞാൻ PPT എന്തായാലും എൻ്റെ PPT ഞാൻ ഷെയർ ചെയ്യും. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് കിട്ടുക. PPT ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ PPT ഞാൻ ഷെയർ ചെയ്യും. പിന്നെ റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാവും. എങ്ങനെ നോട്ട്സ് ആക്കി എഴുതണോ എന്നുള്ളതോ? അല്ല, നിങ്ങളുടെ നോട്ട്സ് ഞാൻ അതായത് നോട്ട്സ് വേണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. മീൻസ് അത് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് പോയിന്റ്സുകൾ എഴുതുമ്പോൾ നമ്മൾ എഴുതുകയും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്യും. അവിടെ ഒരു സൈക്കോളജി ഉണ്ട്. നമ്മുടെ ഒന്നിൽ കൂടുതൽ സെൻസസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകും. കാരണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവി ഇൻവോൾവ് ആവുന്നുണ്ട്. നിങ്ങൾ ഈ PPT കാണുമ്പോൾ കണ്ണ് ഇൻവോൾവ് ആകുന്നുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ടച്ച് സ്പർശനം ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ 3 സെൻസസ് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബ്രെയിൻ അത് നിങ്ങളുടെ മെമ്മറീസ്, ഓർമ്മകൾ നല്ല 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 രീതിയിൽ കണക്റ്റ് ആക്കും. ഓക്കെ, അതും ഒരു സൈക്കോളജിയാണ്. സോ നിങ്ങൾക്ക് എഴുതിയാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ഓക്കെ പിന്നെ ഇതിൽ സൈക്കോളജി ആസ് എ നാച്ചുറൽ സയൻസ്, സൈക്കോളജി ഒരു നാച്ചുറൽ സയൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡിനെ പറ്റിയിട്ടും നമ്മുടെ മനുഷ്യന്മാരെ പറ്റിയിട്ടും പല പല ഓർഗാനിസംസ്, അതായത് പല ജീവജാലങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ശാഖ. ഇപ്പോൾ ബയോളജി അല്ലേ, ഫിസിക്സ്, അതേപോലെ സുവോളജി അല്ലേ, ബോട്ടണി, ഇതൊക്കെ നമ്മുടെ ജീവജാലങ്ങളെ പറ്റിയിട്ടും പക്ഷികളെ പറ്റിയിട്ടും മൃഗങ്ങളെ പറ്റിയിട്ടും സസ്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്ന, റിയൽ വേൾഡിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ്. സൈക്കോളജിയും ഒരു നാച്ചുറൽ സയൻസ് ആണ്. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ടാണ് സൈക്കോളജി പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നാച്ചുറൽ സയൻസ് ആയിട്ട് സൈക്കോളജി പരിഗണിക്കുന്നത്. അതേസമയം പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി ഇതൊന്നും നാച്ചുറൽ സയൻസ് അല്ല. ഓക്കെ, ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ്. നേരത്തെ പറഞ്ഞ ഒബ്സർവേഷന്, എക്സ്പെരിമെൻറ്റേഷന്, അതേപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് റിസർച്ച് മെത്തേഡിൽ ഞാൻ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് ഇസ് എ സയൻറ്റിഫിക് ബേസിസ്. ഇനി റിസർച്ച് മെത്തേഡ് എന്ന് പറയുമ്പം പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡ്. വലിയ പേരാണെങ്കിലും സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രപ്പോസ് ചെയ്തത് ഡിസ്കാർഡ്സ് ആണ്. ആൻഡ് ഡിസ്കാർഡ്സിൻ്റെ ഒപ്പം മറ്റുള്ള ആൾക്കാരുമാണ്. ഇത് ഈ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ഊഹങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉള്ളിൽ സങ്കടം വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. വളരെ കോമൺലി നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യം അല്ലേ. ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ പൊതുവേ ബേസിക്കലി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്, നമ്മുടെ ഹൈപ്പോത്തസിസ് നമുക്കതിനെ വിളിക്കാം. നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് ആൾക്കാരെടുത്തുനിന്ന് നമ്മൾ ആദ്യം ഒരു അസംഷൻസ് ഉണ്ടാക്കും. അതായത് സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാരിൽ ദേഷ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ അസംഷൻസ്. നമ്മളൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. നമുക്കറിയണ്ടേ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത്. സൈക്കോളജി വെറുതെ പറയുന്നല്ലോ, ഒരു റിസർച്ചൊക്കെ നടത്തണ്ടേ. അപ്പോൾ റിസർച്ചൊക്കെ നടത്തുമ്പോൾ നിങ്ങളൊരാൾ ഇപ്പോൾ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ കൃഷ്ണ അല്ലേ, കൃഷ്ണജ, ഓക്കെ, കൃഷ്ണജയാണ് ഇവിടെ നടത്തുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ കൃഷ്ണജ എന്ത് ചെയ്തു, നിങ്ങളിൽ തന്നെ എല്ലാവർക്കും സ്ട്രെസ്സിൻ്റെ കുറച്ച് പേപ്പേഴ്സ് തന്നു, അതേപോലെ ഏങ്കറിൻ്റെ കുറച്ച് ടൂള് തന്നു, അത് മെഷർ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റിനേഴ്സ് തന്നു. എന്നിട്ട് അതിൽ നിന്ന് സ്കോറിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് ആളുകൾക്ക് സ്ട്രെസ്സ് കൂടുതലാണ്, കുറച്ച് ആളുകൾക്ക് സ്ട്രെസ്സ് കുറവാണ്, ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. അതിൽ ലാസ്റ്റ് കൃഷ്ണജയ്ക്ക് മനസ്സിലായി സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളിൽ ദേഷ്യവും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്, സ്ട്രെസ്സ് കുറവുള്ള ആളുകളിൽ അത്ര ദേഷ്യമില്ല. ഓക്കെ, ആ റിസർച്ച് നടത്തിയിട്ട് അതിനൊരു കൺക്ലൂഷൻ കിട്ടി. ലാസ്റ്റ് ഇങ്ങനെയാണ് കൺക്ലൂഷൻ കിട്ടിയത്. അപ്പോൾ ധൈര്യമായിട്ട് കൃഷ്ണജയ്ക്ക് പറയാം സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകൾക്ക് ദേഷ്യമുണ്ട്, അപ്പോൾ ദേഷ്യപ്പെടുന്ന ആൾക്കാർ മേ ബി ഇവർക്ക് സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് പറയാം. ഇങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്തിട്ട് സ്ട്രെസ്സും ആങ്കറും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്തിട്ട് നമ്മളത് എക്സ്പെരിമെൻ്റ് നടത്തുന്നതിനെയാണ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഈ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ എന്താ? അസംഷൻസാ, ഊഹങ്ങളാ.
യൂഹങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ സൈക്കോളജിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷണങ്ങൾ നടത്തണം, എക്സ്പെരിമെൻറ്റുകൾ നടത്തണം അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ ഇത്ര സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട് എന്നൊരാൾക്ക് അറിയണമെങ്കിൽ അയാൾ വർഷങ്ങളോളം എന്ത് ചെയ്യണം, സ്പേസിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എക്സ്പെരിമെൻ്റ് നടത്തിയാലല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ പറയാൻ പറ്റില്ലല്ലോ. ഇതേപോലെ തന്നെ സൈക്കോളജിയിൽ നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. ഒരു നമുക്കൊരു ഊഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തണം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്ട്രെസ് ഉള്ള ആളുകളിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പൊതുവെ പറയും ആങ്കർ ഉള്ള ആളുകളിൽ, എപ്പോഴും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ദേഷ്യപ്പെടാറുള്ളത് ഓരോരുത്തർ, അല്ലെങ്കിൽ ദേഷ്യമുള്ള ആൾക്കാരിൽ എന്തെങ്കിലും ഒരു വിഷമം അവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പൊതുവെ പറയാറില്ല. അപ്പോൾ അതൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ആളെന്താ ചെയ്യുക? ആളാദ്യം ഒരു അസംഷൻസ് ഉണ്ടാക്കും. അതായത് സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളിൽ ദേഷ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ? ഇത് ആളുടെ ഊഹങ്ങളാണ്. ഈ ഊഹങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല ഏതുവരെ അയാൾ പരീക്ഷണം നടത്തി അത് ആ ഒരു റിസർച്ചിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ അല്ലേ? എനിക്ക് ബ്ലഡിൽ കൗണ്ട് കൂടുതലാണ് കുറവാണെന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അയാൾ ടെസ്റ്റ് നടത്തി റിസൾട്ട് വരുമ്പോഴല്ലേ അത് തെളിയിക്കപ്പെടുക. അതുവരെ അയാളുടെ ഊഹങ്ങളല്ലേ. അതേപോലെ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളിൽ ദേഷ്യം കൂടുതലാണ് എന്നുള്ളത് നമ്മുടെ അസംഷൻസാണ്. ഈ അസംഷൻസ് നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തും. ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും, ചിലപ്പോൾ ഒബ്സർവേഷൻ വഴിയായിരിക്കും. പല മെത്തേഡുകളില്ലേ, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പല രീതികൾ പറഞ്ഞില്ലേ. അപ്പോൾ പല ആളുകളും പല രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ പല രീതിയിലായിരിക്കും ഈ ഒരു പരീക്ഷണങ്ങൾ നടത്തുക. എന്നിട്ട് ലാസ്റ്റ് റിസൾട്ട് കിട്ടും. പരീക്ഷണം ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടൂലേ, അതേപോലെ റിസൾട്ട് കിട്ടും. അപ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ ലാസ്റ്റ് മനസ്സിലാവും ഇയാൾ ഊഹിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ചിലപ്പോൾ തെറ്റിപ്പോവും, ചിലപ്പോൾ അത് ശരിയാവും. ഓക്കെ, അത് ശരിയാണെങ്കിൽ നമുക്ക് പറയാം അതെ സ്ട്രെസ് ഉള്ള ആളുകളിൽ ദേഷ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഊഹങ്ങൾ ഉണ്ടാക്കുന്നു, അത് എക്സ്പെരിമെന്റ് വഴി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ലാസ്റ്റ് നമ്മളൊരു റിസൾട്ട് കൺക്ലൂഷനിലോട്ടേക്ക് എത്തുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ഒരു ഏരിയയിൽ? ഓക്കെ ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും കാണാം. ബൈ, ഗുഡ് നൈറ്റ് ഓൾ.